ഇനി എന്താണ് വെതറിംഗ്? വെതറിംഗ് ഒരു എക്സ്റ്റേണൽ പ്രോസസ്സാണ്, ഒരു ഡീഗ്രഡേഷൻ പ്രോസസ്സാണ്, ഒരു ഡെനുഡേഷൻ പ്രോസസ്സാണ്, ഒരു സ്റ്റാറ്റിക് പ്രോസസ്സാണ്, ഒരു ഇൻസിറ്റ്യൂ പ്രോസസ്സാണ്. സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇൻസിറ്റ്യൂ പ്രോസസ്സ്, അതായത് ചലനമില്ലാത്ത ഒരു പ്രത്യേക സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രവർത്തനമാണ്. പാറ പൊട്ടുന്ന പ്രവർത്തനം, അതാണ് വെതറിംഗ്. പാറ കഷ്ണങ്ങളായിട്ട് നുറുങ്ങിയിട്ട് പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാവുക, ക്ഷയിക്കുക, ഇല്ലാണ്ടാവുക, ഇത്തരം പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് വെതറിംഗ്. മെക്കാനിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഡീകോമ്പോസിഷൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് വെതറിംഗ്. മെക്കാനിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഡീകോമ്പോസിഷൻ, ഇത് രണ്ടും കൂടി ചേർന്നതാണ് വെതറിംഗ്. റോക്സ് അണ്ടർഗോസ് ഫിസിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ ആൻഡ് കെമിക്കൽ ഡീകോമ്പോസിഷൻ. പാറ കഷ്ണങ്ങളായിട്ട് നുറുങ്ങുകയോ അല്ലെങ്കിൽ ക്ഷയിച്ച് ഇല്ലാതാവുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് വെതറിംഗ്. ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോസസ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ബെഡ് റോക്ക് ഇൻ ടു റെഗോലിത്ത് ആൻഡ് സോയിൽ. റെഗോലിത്ത് എന്ന് പറഞ്ഞാൽ ബ്ലാങ്കറ്റ് സ്റ്റോൺ എന്ന് പറയാം. നമുക്ക് വെതറിങ്ങിന്റെ ഫലമായിട്ടുണ്ടാകുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് റിഗോലിത്തും സോയിലും. പാറ പൊട്ടിയ ആ കഷ്ണങ്ങളെ പറയാം. ആ കഷ്ണങ്ങളെ നമുക്ക് ആ പാറ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആ കഷ്ണങ്ങളെ, വലിയ മാൻറ്റിൽ പോലത്തുള്ള കഷ്ണങ്ങളെ നമുക്ക് റിഗോലിത്ത് എന്ന് പറയാം. അത് വളരെ ചെറിയ ഇതായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സോയിൽ എന്ന് വിളിക്കാം. റിഗോലിത്തും സോയിലും വെതറിങ്ങിന്റെ പ്രോഡക്റ്റുകളാണ്. ഇറോഷൻ എന്ന് പറഞ്ഞാൽ ഇറോഷൻ ഈസ് എ ഡൈനാമിക് പ്രോസസ്സാണ്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. അതൊരു ഇൻസിറ്റ്യൂ പ്രവർത്തനമല്ല, അവിടെ തന്നെ നടക്കുന്ന പ്രവർത്തനമല്ല, അതിന് ചലനമുണ്ടായിരിക്കും. വ്യത്യസ്ത ഏജൻസുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഗ്രാവിറ്റി, ഫ്ലോയിങ് വാട്ടർ, വേവ്സ്, റെയിൻ ഡ്രോപ്സ്, വിൻഡ്, ഗ്ലാഷിയർ, ഇതിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഒരു സ്ഥലത്തുള്ള മെറ്റീരിയലിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഇറോഷൻ, ഘാതനം എന്ന് പറയും. രണ്ട് തരത്തിലുള്ള ഏജൻസ് ഉണ്ട്. ഏജൻസ് ഓഫ് ഇറോഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പാസീവ് ഏജൻസ് ഓഫ് ഇറോഷൻ, അതിന് ഉദാഹരണമാണ് ഗ്രാവിറ്റി. മറ്റൊന്ന് ആക്റ്റീവ് ഏജൻസ് ഓഫ് ഇറോഷൻ, അതിന് ഉദാഹരണമാണ് ഫ്ലോയിങ് വാട്ടർ, വേവ്സ്, റെയിൻ ഡ്രോപ്സ്, വിൻഡ്, ഗ്ലാഷിയേഴ്സ്. ഗ്ലാഷിയേഴ്സ് ഹിമാനികൾ, വിൻഡ് കാറ്റ്, റെയിൻ ഡ്രോപ്സ് മഴത്തുള്ളികൾ, വേവ്സ് തിരമാലകൾ, ഫ്ലോയിങ് വാട്ടർ ഒഴുകുന്ന വെള്ളം, ഈ നദി, ഇതൊക്കെ എന്താണ്? ആക്റ്റീവ് ഏജൻസ് ഓഫ് ഇറോഷനാണ്. പാസീവ് ഏജന്റ് ഓഫ് ഇറോഷനാണ് ഗ്രാവിറ്റി. ഇതൊക്കെ വെതറിങ്ങുമായി ബന്ധപ്പെട്ട, വെതറിങ് ഇറോഷനുമായി ബന്ധപ്പെട്ട ചില പദങ്ങളാണ്. വെതറിങ് നമുക്കറിയാം, വെതറിങ് ഒരു എക്സ്റ്റേണൽ പ്രോസസ്സാണ്, ഡീഗ്രഡേഷണൽ പ്രോസസ്സാണ്, ഒരു ഡെനുഡേഷൻ പ്രോസസ്സാണ്. ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ഉയരെയുള്ള സ്ഥലത്തെ താഴ്ത്തുന്ന പ്രവർത്തനം, അതിൽപ്പെട്ടതാണ്. എക്സ്റ്റേണൽ പ്രോസസ്സ് ഉപരിതലത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ്. ഒരു സ്റ്റാറ്റിക് പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു ഇൻസിറ്റ്യൂ പ്രോസസ്സാണ്. സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെതറിങ്ങിന് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവില്ല. വെതറിങ് നടക്കുന്നത് ശിലകൾ കഷ്ണങ്ങളാവുകയോ നുറുങ്ങുകയോ ക്ഷയിക്കുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ്. വെതറിങ് ഇസ് എ ഫിസിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ ആൻഡ് കെമിക്കൽ ഡീകോമ്പോസിഷൻ ആണ്. റോക്ക് അണ്ടർഗോസ് ഫിസിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ, ഫിസിക്കലായിട്ട് റോക്ക് കഷ്ണങ്ങളാവുക, വലിയൊരു പാറ ചെറിയ കഷ്ണങ്ങളായി മാറുക. അതല്ലെങ്കിൽ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ശിലകൾ ക്ഷയിക്കുക, ഡീകമ്പോഷൻ സംഭവിക്കുക. ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും ബയോളജിക്കലായിട്ടുള്ള പ്രോസസ്സ് ഈ വെതറിങ്ങിൽ വരുന്നുണ്ട്. സാധാരണഗതിയിൽ റോക്ക് റിഗോലിത്തും സോയിലുമായിട്ട് മാറുന്ന പ്രവർത്തനമാണ് വെതറിങ് എന്ന് പറയാം. റിഗോലിത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണത്. ബ്ലാങ്കറ്റ് സ്റ്റോൺ, ഒരു പുതപ്പ് പോലത്തെ, അല്ലെങ്കിൽ ഭൂമിയുടെ എന്താ പറയുക, വെതേർഡായി കിടക്കുന്ന, ഏറ്റവും സോളിഡായിട്ട് കിടക്കുന്ന പാറയുടെ മുകളിൽ കാണുന്ന കുറച്ച് വെതേർഡായിട്ടുള്ള പാറക്കഷ്ണങ്ങളെ വിളിക്കുന്ന പേരാണ് റിഗോലിത്ത്. സോയിൽ നമുക്കറിയാം വെതറിങ്ങിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റാണ് സോയിൽ. അപ്പോൾ റിഗോലിത്ത് എന്താ പറയുക, കുറച്ച് വെതേർഡായിട്ടുള്ള പാറക്കഷ്ണങ്ങളെ നമുക്ക് പറയാം റിഗോലിത്ത്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനം റിഗോലിത്തും സോയിലും ആയിട്ട് മാറുന്ന പ്രവർത്തനമാണ് വെതറിങ് എന്ന് പറയാം. ഇറോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷനുള്ള
ചലനമുള്ള പ്രവർത്തനമാണ് വെതറിങ്. ഇറ്റ്സ് എ ഡൈനാമിക് പ്രോസസ്. എറോഷൻ ഈസ് നോട്ട് സ്റ്റാറ്റിക്. എറോഷൻ എന്തല്ല, സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനമല്ല, ഒരു സ്ഥലത്തുള്ള ഇൻസിറ്റ്യൂ പ്രവർത്തനമല്ല, അത് ചലനമുണ്ട്. അതിന് വെതറിങ് ആയിട്ട് കിടക്കുന്ന പാറ, പൊട്ടിയിട്ട് കിടക്കുന്ന പാറ കഷ്ണങ്ങൾ എടുത്ത് നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് ഇറോഷൻ. നമ്മൾ പറയും ഘാതനം എന്ന് പറയും മലയാളം. ഏജൻസ് ഓഫ് ഇറോഷൻ, അത് ഏജൻസിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് സാധാരണഗതിയിൽ ഇറോഷൻ നടക്കുക, ഘാതനം നടക്കുക. അത് ഗ്രാവിറ്റി ഒരു ഏജന്റാണ്. ഫ്ലോയിങ് വാട്ടർ, വേവ്സ്, റിവേഴ്സ്, റെയിൻ ഡ്രോപ്സ്, വിൻഡ്, ഗ്ലാഷിയേഴ്സ്, സീ വേവ്സ്, സംജല പ്രവാഹങ്ങൾ, ഇതൊക്കെ നമുക്ക് ഏജൻസ് എന്ന പേരിൽ പെടുത്താം. ഏജൻസിനെ രണ്ട് വിഭാഗത്തിൽ പെടുത്താം നമുക്ക്. ഒന്ന് ആക്റ്റീവ് ആയിട്ടുള്ള ഏജൻസ് ഓഫ് ഇറോഷൻ, മറ്റൊന്ന് പാസീവ് ആയിട്ടുള്ള ഏജൻസ് ഓഫ് ഇറോഷൻ. പാസീവ് ആയിട്ടുള്ള ഏജൻസ് ഓഫ് ഇറോഷൻ ആണ് ഗ്രാവിറ്റി. ഇതെല്ലാം ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഫ്ലോയിങ് വാട്ടർ ഉയരത്തുനിന്ന് താഴത്തേക്കാണ് ഒഴുകുക, അപ്പോൾ അത് ഗ്രാവിറ്റിയുടെ ഫലമായിട്ടാണ് പറയാം. അപ്പോൾ പാസീവ് ഏജൻസ് ഓഫ് ഇറോഷൻ അത് എല്ലായിടത്തും ഉണ്ടായിരിക്കും. ആക്റ്റീവായിട്ടുള്ള ഏജൻസ് ഓഫ് ഇറോഷൻ ആണ് ഫ്ലോയിങ് വാട്ടർ, നദി ഒഴുകുന്നത്, വേവ്സിന്റെ പ്രവർത്തനം, റെയിൻ ഡ്രോപ്സിന്റെ വരവ്, വിൻഡിന്റെ പ്രവർത്തനം, ഗ്ലാഷിയേഴ്സിന്റെ പ്രവർത്തനം, ഇതെല്ലാം ഈ വെതറിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. വെതറിങ് ഇറോഷനുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഇതൊക്കെ. ഏജൻസ് ഓഫ് ഇറോഷൻ നടക്കണമെങ്കിൽ ഏജൻസിന് അനിവാര്യമാണ്. അപ്പോൾ വെതറിങ് ആൻഡ് ഇറോഷൻ എന്താണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. വെതറിങ് ഒരു എക്സ്റ്റേണൽ പ്രോസസ്സാണ്, ഇറോഷനും എക്സ്റ്റേണൽ പ്രോസസ്സാണ്. വെതറിങ് ഇൻസിറ്റ്യൂ പ്രോസസ്സാണ്, ഇറോഷൻ ഡൈനാമിക് പ്രോസസ്സാണ്. വെതറിങ്ങിൽ ഇൻസിറ്റ്യൂ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് പ്രോസസ്സ്, അതിന് ചലനം, അതിന് എവിടെയാണോ അത് ഉണ്ടാകുന്നത് അവിടെ തന്നെ അത് ഉണ്ടാകുന്നത്. എന്നാൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ അതിനെന്തിനാണ് ചലനം ഉണ്ടായിരിക്കും. വെതറിങ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞു വെതറിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ ആൻഡ് കെമിക്കൽ ഡീകമ്പോസിഷൻ, അതാണ് വെതറിങ്. അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിങ്. ഫിസിക്കലായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ നമുക്ക് ഫിസിക്കൽ വെതറിങ് എന്ന് പറയാം. വലിയ പാറയെ, വലിയ ശിലയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഫിസിക്കൽ വെതറിങ്. മെക്കാനിക്കൽ വെതറിങ് അതൊരു ഡിസിൻറ്റിഗ്രേഷൻ ആണ്. മറ്റൊന്ന് ഡീകമ്പോസിഷൻ, രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ശിലകൾക്ക് ക്ഷയം സംഭവിക്കുക, അതാണ് കെമിക്കൽ വെതറിങ്. രണ്ട് ടൈപ്പ് വെതറിങ്, ഫിസിക്കൽ വെതറിങ് ആൻഡ് കെമിക്കൽ വെതറിങ്. ചില പുസ്തകങ്ങളൊക്കെ മറ്റൊന്നും കൂടി പറയാറുണ്ട്, ബയോളജിക്കൽ വെതറിങ്. ഫിസിക്കൽ വെതറിങ്ങിന്റെയും കെമിക്കൽ വെതറിങ്ങിന്റെയും കൂട്ടിച്ചേർത്ത് പറയാവുന്നതാണ് ബയോളജിക്കൽ വെതറിങ്. അതായത് ജന്തുക്കളുടെ, സസ്യങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് പാറയ്ക്ക് ക്ഷയം സംഭവിക്കുക, പാറ പൊട്ടുക, അത്തരം പ്രവർത്തനത്തെ നമുക്ക് പറയാം ബയോളജിക്കൽ വെതറിങ്. പക്ഷേ മെയിൻ കാറ്റഗറി രണ്ടെണ്ണം ഫിസിക്കൽ വെതറിങ്ങും കെമിക്കൽ വെതറിങ്ങുമാണ്. എന്താണ് ഫിസിക്കൽ വെതറിങ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ വെതറിങ് എന്താന്ന് പറഞ്ഞു? അതിന്റെ സൈസ്, വലിയ പാറയുടെ സൈസ്, ഷേപ്പും ചെറുതായി വരിക. ആൾട്ടേഴ്സ് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ റോക്ക്. വലിയ പാറയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുക, അതിനെ പറയും ഡിസിൻറ്റിഗ്രേഷൻ നടക്കുക എന്ന് പറയും. അത്തരം പ്രവർത്തനങ്ങൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ വെതറിങ്. ഫിസിക്കൽ വെതറിങ്ങുമായി ബന്ധപ്പെട്ട 2-3 പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഒന്ന്, വെതറിങ് അസോസിയേറ്റഡ് വിത്ത് ആൻ അൺലോഡിങ് ഡ്യൂ ടു പ്രഷർ റിലീസ്. പ്രഷർ റിലീസിന്റെ ഫലമായിട്ട്, പ്രഷർ കുറയുന്നതിന്റെ ഫലമായിട്ട്, അൺലോഡിങ്ങിന്റെ ഫലമായിട്ട് പ്രഷർ റിലീസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ശിലകൾക്ക് ക്ഷയം സംഭവിക്കുന്ന പ്രവർത്തനമാണ് ഫിസിക്കൽ വെതറിങ്ങിലെ ഒന്നാമത്തെ ഭാഗം. വെതറിങ് അസോസിയേറ്റഡ് വിത്ത് ആൻ അൺലോഡിങ് ഡ്യൂ ടു പ്രഷർ റിലീസ്. അതിൽ വരുന്നതാണ് എക്സ്ഫോളിയേഷൻ. ശിലകൾ ചെറിയ കഷ്ണങ്ങളായിട്ട്, ഷീറ്റുകളായിട്ട് അടർന്ന് പോവുക. ചെറിയ കുന്നിൻ്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, വെസ്റ്റേൺ ഘട്ടിൻ്റെ ഒക്കെ പല ഭാഗങ്ങളിലും പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പാറകൾ ഷീറ്റായിട്ട് ഇങ്ങനെ ഉരിഞ്ഞു പോകുന്നത് കാണാം. അതാണ് എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ ഷീറ്റിംഗ് ജോയിൻസ് എന്ന് പറയും. മറ്റൊന്ന്, വെതറിങ് ഡ്യൂ ടു ദ തെർമൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് റോക്സ്. വെതറിങ് ഡ്യൂ ടു തെർമൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് റോക്സ്. റോക്സിന്റെ തെർമലായിട്ടുള്ള എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, ചൂട് സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ട് പദാർത്ഥങ്ങൾ താപം സ്വീകരിക്കുമ്പോൾ എക്സ്പാൻഷൻ ഉണ്ടാവും, അതുപോലെ തണുപ്പാകുമ്പോൾ അത് കോൺട്രാക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ക്ലൈമറ്റിന്റെ ഫലമായിട്ട് തെർമൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും റോക്കിനുണ്ടാവും. ചില പ്രത്യേക സമയത്ത് ചൂട് വളരെ കൂടുതലായിരിക്കും, അതിൻ്റെ ഫലമായിട്ട് എക്സ്പാൻഷൻ ഉണ്ടാവും. ചില സമയത്ത് തണുപ്പായിരിക്കും, അപ്പോൾ കോൺട്രാക്ഷൻ ഉണ്ടാവും.
അങ്ങനെ പാറ പൊട്ടുന്ന പ്രവർത്തനമാണ്. ഇതിൽ വരുന്നതാണ് ഇൻസുലേഷൻ വെതറിങ്, ഗ്രാനുലാർ ഡിസെൻറ്റിഗ്രേഷൻ ഒക്കെ ഇതിൽ വരുന്നതാണ്. മറ്റൊന്ന് ഫ്രോസ്റ്റ് വെഡ്ജിങ്, ഫ്രോസ്റ്റ് ഷാറ്ററിങ്, ഫ്രോസ്റ്റ് വെഡ്ജിങ് അല്ലെങ്കിൽ ഫ്രോസ്റ്റ് ഷാറ്ററിങ്. നമുക്കറിയാം ജലം ഘനീഭവിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം 9% വർദ്ധിക്കും. ഡ്യൂറിങ് ഫ്രീസിങ് 9% ഇൻക്രീസ് ഇൻ ദ വോളിയം ഓഫ് വാട്ടർ. വെള്ളം ഘനീഭവിക്കുമ്പോൾ ഐസാകുമ്പോൾ അതിൻ്റെ വ്യാപ്തം വർദ്ധിക്കും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ രാത്രിയും പകലൊക്കെ തമ്മിലും അതിഭയങ്കരമായിട്ടുള്ള ഊഷ്മ വ്യത്യാസം ഉണ്ടായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ജലം ശിലകളിൽ ഉള്ള വിള്ളലുകളിൽ വരുന്ന ജലം രാത്രികാലങ്ങളിൽ അത് ഫ്രീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വോള്യം വർദ്ധിക്കും. അങ്ങനെ പാറ പൊട്ടുന്ന പ്രവർത്തനം, അതാണ് ഫ്രോസ്റ്റ് വെഡ്ജിങ്. 3 പ്രവർത്തനങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഒന്ന് വെതറിങ് അസോസിയേറ്റഡ് വിത്ത് അൺലോഡിങ് ഡ്യൂ ടു പ്രഷർ റിലീസ്, weathering due to the thermal expansion and contraction of rocks, frost wedging. Physical weathering പ്രധാനമായിട്ട് 3 ടൈപ്പ്. weathering associated with unloading due to pressure release, weathering due to the thermal expansion and contraction of rocks, frost wedging അല്ലെങ്കിൽ frost shattering. ഒന്നാമത്തെ weathering associated with an unloading due to pressure release. നമുക്കറിയാം ഭൂമിയുടെ അടിയിലേക്ക് പോകണോടത്തോളം പ്രഷർ കൂടും. അപ്പോൾ മുകളിലുള്ള മണ്ണോ അല്ലെങ്കിൽ പാറയോ നീക്കം ചെയ്യുമ്പോൾ നമ്മുടെ അടിയിലുള്ള പാറ സർഫസിലേക്ക് എക്സ്പോസ്ഡ് ആയി തീരും. അടിയിലുള്ള പാറ വായുവിലേക്ക് എക്സ്പോസ്ഡ് ആയി വരുമ്പോൾ അതിന് മുകളിൽ നിന്നും മണ്ണോ അല്ലെങ്കിൽ മറ്റു പാറ കഷ്ണങ്ങളോ നീക്കം ചെയ്യപ്പെടുമ്പോൾ പ്രഷർ റിലീസ് അനുഭവപ്പെടും ഈ പാറയ്ക്ക്. അതിൻ്റെ ഫലമായിട്ട് ചില വെട്ടുകളും ചില ചുളിവുകളും ചില ജോയിൻസുകളും ഉണ്ടാകും. അങ്ങനെ പാറ പൊട്ടിയിട്ട് ഷീറ്റായിട്ട് പോകുന്നതിനെ പറഞ്ഞ പേരാണ് എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ ഷീറ്റിംഗ് ജോയിൻസ്. വെതറിങ് അസോസിയേറ്റഡ് വിത്ത് അൺലോഡിങ് ഡ്യൂ ടു പ്രഷർ. അൺലോഡിങ്ങിൻ്റെ ഫലമായിട്ട് പ്രഷർ റിലീസ് ചെയ്യപ്പെടുന്നു, പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുമ്പോൾ വ്യാപ്തത്തിൽ വ്യത്യാസം സംഭവിക്കും. പി വിപരീത അനുപാതത്തിലാണ് വ്യാപ്തം. നമുക്കറിയാം അത് പ്രഷറും വോളിയം തമ്മിൽ വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ വ്യാപ്തത്തിൽ വ്യത്യാസം സംഭവിക്കും. സ്വാഭാവികമായിട്ടും വ്യാപ്തം വർദ്ധിക്കും. അങ്ങനെ പല സ്ഥലങ്ങളിലും പൊട്ടലുകൾ ഉണ്ടാകുന്നു. ഈ പ്രവർത്തനമാണ് എക്സ്ഫോളിയേഷൻ. ഷീറ്റുകളായിട്ട് പാറ പൊട്ടിപ്പോകുന്നു. അതിനെ ഷീറ്റിംഗ് ജോയിൻസ് എന്ന് പറയുന്നു. രണ്ടാമത്തെ വെതറിങ് ഡ്യൂ ടു ദ തെർമൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് റോക്സ്. ചൂടിന്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞു ചില സമയത്ത് അത് നമുക്കറിയാം റോക്സ് എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിലൊക്കെ മിനറൽസ് ആണ്. വ്യത്യസ്ത തരത്തിലുള്ള മിനറൽസ് ഉണ്ടായിരിക്കും. ഈ മിനറൽസ് താപം സ്വീകരിക്കുന്നത് വ്യത്യസ്ത നിരക്കിലായിരിക്കും. കാരണം അതിലുള്ള മിനറൽസ് വ്യത്യാസമാണ്. ഇപ്പം കോട്സ്, ഫെൽസ്പാർ, മൈക്ക തുടങ്ങിയിട്ട് ഒരുപാട് മിനറൽസ് ഉണ്ട്. ഈ മിനറൽസ് ഒക്കെ താപം സ്വീകരിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. കറുത്ത മിനറൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഡാർക്ക് മിനറൽസ് ഉണ്ട്, ലൈറ്റ് മിനറൽസ് ഉണ്ട്. ഡാർക്ക് മിനറൽസ് താപം സ്വീകരിക്കുന്നതും ലൈറ്റ് മിനറൽസ് താപം സ്വീകരിക്കുന്നതും വ്യത്യാസമായിരിക്കും. ഇതിൻ്റെ ഫലമായിട്ട് ഈ വ്യത്യസ്തതയിലുള്ള താപം സ്വീകരിക്കുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും, താപം റിലീസ് ചെയ്യുമ്പോൾ അത് കോൺട്രാക്ട് ചെയ്യും, കോൺട്രാക്ഷൻ സംഭവിക്കും. ഇതിൻ്റെ ഫലമായിട്ട് ചില സമയത്ത് ശിലകൾ വികസിക്കുന്നു, ചില സമയത്ത് ശിലകൾ സങ്കോചിക്കുന്നു. ഇങ്ങനെ സങ്കോച വികാസങ്ങൾക്ക് പാത്രമാകുന്ന, എക്സ്പാൻഷനും കോൺട്രാക്ഷനും വിധേയമാകുന്ന ശിലകൾ പൊട്ടുന്നു. ഈ പ്രവർത്തനത്തെ പറഞ്ഞ പേരാണ് ഇൻസൊല്യൂഷൻ വെതറിങ്. നമുക്കറിയാം മിനറൽസിൽ ഡാർക്ക് മിനറൽസ് ഉണ്ട്, ലൈറ്റ് മിനറൽസ് ഉണ്ട്. ഈ ഡാർക്ക് മിനറൽസ് താപത്തെ സ്വീകരിക്കുന്നതും ലൈറ്റ് മിനറൽസ് താപത്തെ സ്വീകരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഈ ഒരു റോക്കിൽ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് മിനറൽസ് വ്യത്യസ്ത രീതിയിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉണ്ടായിട്ട് ആ ശിലകൾക്ക് പൊട്ടൽ സംഭവിക്കുന്നു. ഇതിനെ പറഞ്ഞ പേരാണ് ഗ്രാനുലാർ ഡിസെൻറ്റിഗ്രേഷൻ. മിനറൽസിലെ ഡാർക്കും ലൈറ്റ് മിനറൽസ് തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് അതിൽ എക്സ്പാൻഷനിലും കോൺട്രാക്ഷനിലും വ്യത്യാസം സംഭവിച്ചിട്ട് പാറയ്ക്ക് പൊട്ടൽ സംഭവിക്കുന്നു. അതാണ് ഗ്രാനുലാർ ഡിസെൻറ്റിഗ്രേഷൻ.
മറ്റൊന്ന് ഫ്രോസ്റ്റ് വെഡ്ജിങ്. ഫ്രോസ്റ്റ് വെഡ്ജിങ് ഒന്നുകൂടി പറയുന്നു, ജലം ഘനീഭവിക്കുമ്പോൾ അതിൻ്റെ താപം വർദ്ധിക്കുന്നു. ജലം ഘനീഭവിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം വർദ്ധിക്കുന്നു. ഏകദേശം 9% വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ചില വിള്ളലുകളിലേക്ക്, പാറയിലെ ചില വിള്ളലുകളിലേക്ക് ജലം പോകുമ്പോൾ അത് വളരെ തണുത്ത പ്രദേശങ്ങളിൽ, തണുത്ത കാലങ്ങളിൽ അല്ലെങ്കിൽ തണുത്ത സമയങ്ങളിൽ, ഊഷ്മാവ് വളരെ കുറഞ്ഞ സമയങ്ങളിൽ അവ ഘനീഭവിക്കുന്നു, പൈസായിത്തീരുന്നു. ആ വിള്ളലിൽ ഇരിക്കാൻ അതിന് വ്യാപ്തം വർദ്ധിക്കുന്നത് കൊണ്ട് അത് ഇരിക്കാൻ പറ്റാതെ വരുന്നു. അത് രണ്ടു ഭാഗത്തേക്കും തള്ളൽ സംഭവിക്കുന്നു. വീണ്ടും പകൽ സമയത്ത് ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് അവ ഉരുകി വെള്ളമായിട്ട് മറ്റു ചില വിള്ളലുകളിലേക്ക് വരുന്നു. ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫ്രീസിങ്ങിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ തോയിങ്ങിൻ്റെ ഫലമായിട്ട്, ആൾട്ടർനേറ്റ് ഫ്രീസിങ് ആൻഡ് തോയിങ്ങിൻ്റെ ഫലമായിട്ട് ശിലകൾ പൊട്ടുന്നു. ഫ്രീസ് ചെയ്യുക പറഞ്ഞാൽ കട്ടിയാവുക, തോയിങ് ചെയ്യുക പറഞ്ഞെങ്കിൽ ഉരുകി തീരുക. ഫ്രീസിങ് പറഞ്ഞാൽ ഐസായി തീരുക, തോയിങ് പറഞ്ഞാൽ വെള്ളമായി തീരുക. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രവർത്തന ഫലമായിട്ട് ചില സ്ഥലങ്ങളിൽ ശിലകൾക്ക് പൊട്ടൽ സംഭവിക്കുന്നു. ഇതാണ് ഫ്രോസ്റ്റ് വെഡ്ജിങ്. ഇനി റിപ്പീറ്റഡ് ഡെയിലി ഫ്രീസിങ് ആൻഡ് തോയിങ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫ്രീസിങ് ആൻഡ് തോയിങ് എൻലാർജസ് ദ ക്രാക്കിനെ എൻലാർജ് ചെയ്യപ്പെടുന്നു. അങ്ങനെ റോക്ക് പൊട്ടുന്നു. അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറുന്നു. ഇതും ഫിസിക്കൽ വെതറിങ്ങിന് ഉദാഹരണങ്ങളായ പ്രവർത്തനങ്ങളാണ്. മറ്റൊന്ന് ഇനി എന്താണ് കെമിക്കൽ വെതറിങ്. നമുക്കറിയാം കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വെതറിങ്. ആൾട്ടേഴ്സ് ദ കോമ്പോസിഷൻ ഓഫ് മിനറൽസ് ഓഫ് എ റോക്ക്. ഫിസിക്കൽ വെതറിങ്ങിൽ മിനറൽ കോമ്പോസിഷന് മാറ്റം സംഭവിക്കുന്നില്ല, അതിന്റെ സൈസും ഷേപ്പിലുമാണ് മാറ്റം സംഭവിക്കുന്നത്. ഫിസിക്കൽ വെതറിങ്ങിൽ സൈസിനും ഷേപ്പിനും മാറ്റം സംഭവിക്കുന്നു. എന്നാൽ കെമിക്കൽ വെതറിങ്ങിൽ കോമ്പോസിഷന് മാറ്റം സംഭവിക്കുന്നു. ഒരു മിനറൽ വേറെ മിനറലായിട്ട് മാറുന്നു. അങ്ങനെ റോക്കിന് തന്നെ മാറ്റം സംഭവിക്കുന്നു. ഇതിൽ വാട്ടർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏജന്റ് ഓഫ് കെമിക്കൽ വെതറിങ്. കെമിക്കൽ വെതറിങ് നടക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഏജന്റാണ് ജലം. ജലം പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം ജലം സാർവലായകമാണ്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട സൊല്യൂഷനാണ്. എല്ലാറ്റിനെയും ലയിപ്പിക്കാനുള്ള, എല്ലാറ്റിനെയും സോല്യൂബിൾ ആക്കാനുള്ള ഒരു ടെൻഡൻസി ജലത്തിനുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ജലം ഉൾപ്പെട്ട ലായനികൾ ഒരുപാട് മാറ്റങ്ങൾ ശിലകളിൽ വരുത്തുന്നു. ഡിസോൾവ്ഡ് മെറ്റീരിയൽസ് സച്ച് ആസ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ കെമിക്കൽ ആക്റ്റീവാണ്. ഓക്സിജൻ ചിലപ്പോൾ ജലത്തിലേക്കും കാർബൺ ഡൈ ഓക്സൈഡിലേക്കും ഇതൊക്കെ ചെറുതായിട്ടുള്ള അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. ഇത് കെമിക്കലി വളരെ ആക്റ്റീവാണ്. ഇത് ശിലകൾക്ക് കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ റെയിൻ വാട്ടർ. ഇപ്പം റെയിൻ വാട്ടറിൽ തന്നെ പലപ്പോഴും ആദ്യ മഴയൊക്കെ നമുക്കറിയാം നല്ല അസിഡിക് ആയിരിക്കും. ആദ്യ മഴ, പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ പുതുമഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്കറിയാം വ്യവസായശാലകളുടെ പ്രദേശങ്ങളിലൊക്കെ വ്യവസായമായിട്ടുള്ള പുകകൾ അന്തരീക്ഷത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ അന്തരീക്ഷത്തിൽ ഈ ജലവുമായി പ്രവർത്തിച്ചിട്ട് അത് ഒരു പ്രത്യേക തരത്തിലുള്ള അസിഡിക് വാട്ടർ ഉണ്ടാവും. ഈ അസിഡിക് വാട്ടർ തന്നെ റെയിൻ വാട്ടർ അസിഡിക് ആയിരിക്കും. ഇത് ലൈംസ്റ്റോൺ, ചോക്ക്, കാൽസൈറ്റ് പോലുള്ള മിനറൽസിന്, ലൈംസ്റ്റോൺ കാൽസൈറ്റ് ആണ്, ചോക്ക് കാൽസ്യം കാർബണേറ്റ് ആണ്. അത്തരം ശിലകൾക്ക്, അത്തരം മിനറൽസിന് ക്ഷീണം സംഭവിക്കുന്നു, ക്ഷയം സംഭവിക്കുന്നു, അതിന് മാറ്റം സംഭവിക്കുന്നു. അങ്ങനെ ശിലകൾ പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ ശിലകൾ ക്ഷയിച്ചു പോകുന്നു. ആസിഡ് റെയിൻ, നേരത്തെ പറഞ്ഞു ആസിഡ് റെയിൻ. റെയിൻ വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ചേർന്നിട്ട് ആസിഡ് വാട്ടറായിട്ട് മാറിയിട്ടുണ്ടാവും പല സമയങ്ങളിലും. കാരണം വ്യവസായശാലകളിൽ നിന്നുള്ള മലിനമായ പുക അന്തരീക്ഷത്തിലെ ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു ആസിഡ് വാട്ടർ ഉണ്ടാവും. ഈ ആസിഡ് റെയിൻ ഫോസിൽ ഫ്യൂലൊക്കെ ബേൺ ചെയ്യുമ്പോഴൊക്കെ, പെട്രോളിയം, ഡീസൽ, ഗ്യാസ് ഇങ്ങനത്തെ ഒക്കെ ഫോസിലൊക്കെ ബേൺ ചെയ്യുമ്പോൾ, ഫോസിൽ ഇന്ധനങ്ങളൊക്കെ കത്തുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് അളവറ്റ കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയൊക്കെ വരുന്നുണ്ട്. ഇത് റെയിൻ വാട്ടറുമായി പ്രവർത്തിച്ചിട്ട് ആസിഡിക് വാട്ടറായി മാറും. ഇത് ബിൽഡിങ്ങിന് ഡാമേജ് സംഭവിക്കും. പിന്നെ പല ശിലകളിൽ എത്തിക്കഴിഞ്ഞാൽ ശിലകളിലെ പല പദാർത്ഥങ്ങളെ അത് ലയിപ്പിക്കും. ഇതും കെമിക്കൽ വെതറിങ്ങിനെ സഹായിക്കുന്നു. പ്രധാനമായിട്ടുള്ള കെമിക്കൽ വെതറിങ്ങിനെ സഹായിക്കുന്ന പ്രധാനമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് നോക്കാം. അതിനു മുന്നേ മറ്റൊരു പ്രധാന ഒരു പ്രശ്നം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാണ്. നമുക്കറിയാം താജ്മഹൽ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. താജ്മഹൽ നമ്മുടെ ഏറ്റവും സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രതീകമാണ്. ഡൽഹിയിൽ ആഗ്രയുടെ തീരത്ത്. പക്ഷെ ആഗ്രയുടെ തീരത്തുള്ള താജ്മഹൽ ഫെയ്ഡായി മങ്ങി വരുന്നു എന്നുള്ളൊരു ന്യൂസ് അടുത്ത കാലങ്ങളിൽ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു.
അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡൽഹി, ഹരിയാന, പഞ്ചാബ് പ്രദേശങ്ങളിലൊക്കെ അളവറ്റ ഈ ഫോസിൽ ഫ്യൂവൽസ് കത്തിയിട്ട്, അതുപോലെ വിറക് കത്തിയിട്ട്, കാടൊക്കെ കത്തിയിട്ട് മലിനമായിട്ടുള്ള പുക അന്തരീക്ഷത്തിലേക്ക് വല്ലാതെ വരുന്നുണ്ട്. വ്യവസായശാലകളിൽ നിന്നും മറ്റു കാട് കത്തിയിട്ട് പെട്രോളിയം, ഡീസൽ അതിൻ്റെ ഫലമായിട്ട് വ്യവസായശാലകളിൽ നിന്നൊക്കെ അസിഡിറ്റി നിറഞ്ഞ പുക അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട്. ഇത് മഴയുമായി പ്രവർത്തിച്ച്, റെയിൻ വാട്ടറുമായി പ്രവർത്തിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് അസിഡിറ്റി ഉണ്ടാവും. ഇത് ഈ താജ്മഹലിൻ്റെ മുകളിലൊക്കെ വീഴുമ്പോൾ, താജ്മഹൽ നമുക്കറിയാം അത് കാൽസ്യം കാർബണേറ്റ് ആണ്, അത് മാർബിളാണ്, കാൽസ്യം കാർബണേറ്റ് ആണ്. അതുകൊണ്ട് അതിൽ പോറസ് ഉണ്ടാവും. ആ പോറസിൽ ഇവ പ്രവർത്തിച്ചിട്ട് അതിന് അതിന് ചില തിളക്കം നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? കെമിക്കൽ വെതറിംഗ് ആണ്. എന്നാൽ ഈ ഡൽഹിയിൽ തന്നെയുള്ള റെഡ് ഫോർട്ട് അതിന് വലിയ മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. രണ്ടും പ്രധാനപ്പെട്ട രണ്ട് പ്രതീകങ്ങളാണ്. താജ്മഹലിന് കേട് സംഭവിക്കുന്നു, എന്നാൽ റെഡ് ഫോർട്ടിന് കേട് സംഭവിക്കുന്നില്ല. റെഡ് ഫോർട്ട് റെഡ് സാൻഡ് സ്റ്റോൺ ആണ് അതിലുള്ളത്, സാൻഡാണ് അതിലുള്ളത്, മണലാണ് അതിലുള്ളത്, സിലിക്കയാണ് അതിലുള്ളത്. കുറേയും കൂടി സ്റ്റെബിലിറ്റി കൂടുതലാണ്, കുറേയും കൂടി ഹാർഡ്നെസ് കൂടുതലാണ്. അത് കെമിക്കൽ വെതറിങ്ങിനെ തടയപ്പെടുന്നു. കെമിക്കൽ വെതറിങ് നടക്കാത്ത പദാർത്ഥമാണ് ഈ സാൻഡ്സ്റ്റോൺ അല്ലെങ്കിൽ റെഡ് സാൻഡ്സ്റ്റോൺ ഒക്കെ. അതാണ് അതിന് കേട് വരാതിരിക്കാനുള്ള കാരണം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കെമിക്കൽ വെതറിങ് പ്രോസസ്സിലേക്ക് നോക്കാം. 1 ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ, 2 ഓക്സിഡേഷൻ, 3 ഹൈഡ്രോളിസിസ്, 4 ഹൈഡ്രേഷൻ, 5 കാർബണേഷൻ, 6 സ്ഫിറോയിഡൽ വെതറിങ്. പ്രധാനമായിട്ടും 6 പ്രവർത്തനങ്ങളാണ് കെമിക്കൽ വെതറിങ്ങിനെ സഹായിക്കുന്നത്. ഞാൻ പറഞ്ഞു, ജലം ഒരു പ്രധാനപ്പെട്ട ഏജന്റാണ്. അതുമായി ബന്ധപ്പെട്ട കെമിക്കൽ പ്രോസസ്സുകളാണ്, കെമിക്കൽ വെതറിങ്ങിനെ സഹായിക്കുന്ന കെമിക്കൽ പ്രോസസ്സുകളാണ് ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ, ഓക്സിഡേഷൻ, നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, ഓക്സീകരണം, ഹൈഡ്രോളിസിസ്, ഹൈഡ്രേഷൻ, കാർബണേഷൻ, സ്ഫിറോയിഡൽ വെതറിങ്. എന്താണ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ് ആക്ഷൻ ഓഫ് വാട്ടർ. സൊല്യൂഷൻ സോൾവെന്റ് ആക്ഷൻ ഓഫ് വാട്ടർ. ജലത്തിന് എല്ലാറ്റിനും സാർവലായകമാണ്, എല്ലാറ്റിനും ജയിപ്പിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്, ഒരു കഴിവുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കോമൺ മിനറൽസുകളായ ഹാലൈറ്റ്, സോഡിയം ക്ലോറൈഡ് പോലുള്ള പദാർത്ഥങ്ങൾ ഉള്ള പാറ ജലത്തിലേക്ക്, നമുക്കറിയാം ഉപ്പ് ജലത്തിലേക്ക്, അപ്പോൾ ഉപ്പ് പാറകൾ ഉണ്ടെങ്കിൽ അതിലൂടെ ജലം ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ലയിച്ചു ചേരും. അങ്ങനെ പാറയ്ക്ക് വിള്ളൽ, ക്ഷയം സംഭവിക്കും. അതുപോലെ ലൈംസ്റ്റോൺ ആൻഡ് മാർബിൾ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, ലൈംസ്റ്റോൺ അത് കാൽസ്യം കാർബണേറ്റ് ആണ്, മാർബിൾ അത് കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലെങ്കിൽ കാൽസൈറ്റ് ആണ്. സോലുബിൾ ഇൻ അസിഡിക് വാട്ടർ, ചെറുതായിട്ട് അസിഡിക് ആയ വെള്ളത്തിൽ ഇവ ലയിക്കുന്നു. അങ്ങനെ കാൽസൈറ്റ് അല്ലെങ്കിൽ മാർബിൾ, ലൈംസ്റ്റോൺ, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, ചുണ്ണാമ്പുകല്ല്, ലൈംസ്റ്റോൺ, മാർബിൾ, ലൈംസ്റ്റോൺ മാറിയിട്ടുണ്ടാകുന്ന റോക്കാണ്, അതിലുള്ള പദാർത്ഥവും കാൽസ്യം കാർബണേറ്റ് ആണ്. ഇവയൊക്കെ ചെറുതായിട്ട് അസിഡിക് വാട്ടറിൽ ലയിക്കുന്നു. അങ്ങനെ അത്തരം ശിലകൾക്കും എന്തുണ്ടാകുന്നുണ്ട്? ക്ഷയം സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ടു മിനറൽസ്. മിനറൽസിലേക്ക് ഓക്സിജനെ കൂട്ടിച്ചേർക്കപ്പെടുക, ഒരു കെമിക്കൽ പ്രോസസ്സാണ്. ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ റിയാക്ട്സ്. വാട്ടറിൽ ഓക്സിജൻ ഡിസോൾവ് ആവും. അതിൻ്റെ ഫലമായിട്ട് മിനറൽസിനൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കും. നമ്മളറിയാം ഇരുമ്പ് തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാകുന്നു. ആ ഇരുമ്പ് തുരുമ്പ് പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഓക്സിഡേഷനാണ്, ഓക്സിഡേഷൻ പ്രവർത്തനമാണ്. അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ഈ ജലവുമായി പ്രവർത്തിച്ച്, ഈർപ്പവുമായി പ്രവർത്തിച്ചിട്ട് ഇരുമ്പിൻ്റെ മുകളിൽ പിന്നെ ചെറിയ കുത്തുകൾ, പോറസുകൾ ഉണ്ടാക്കുക ചെയ്യും, ചെറിയ വിള്ളലുകൾ ഉണ്ടാക്കുക ചെയ്യും, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരച്ചിട്ട് നമ്മൾ അതിന് മുകളിൽ പെയിൻ്റ് ഇടും. അപ്പോൾ ഈ ഇരുമ്പ് സർഫസ് വായുവുമായിട്ട് തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിലൊരു കവർ ചെയ്യുക, അതാണ് പെയിന്റ് എന്ന് പറഞ്ഞത്. ശരിക്കും ഇറോഷനെ തടയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്, ഇറോഷനെ അല്ല, വെതറിങ്ങിനെ തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള വെതറിങ്ങിനെ പറഞ്ഞ പേരാണ് ഓക്സിഡേഷൻ. അത് ഓക്സിജൻ ഉള്ള പാറയിൽ, അയൺ ഉള്ള പാറയിലാണ് കൂടുതൽ സംഭവിക്കുക. അയൺ ബിയറിംഗ് സിലിക്കേറ്റ് മിനറൽസിലാണ് കൂടുതൽ ഇത് സംഭവിക്കുന്നത്. അയൺ ഓക്സൈഡ് മിനറൽസ്, ഹേമറ്റൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലിമോണൈറ്റ്, ഗോയിത്തൈറ്റ്, ഇവയുടെയൊക്കെ കളർ അറിയുണ്ടാവും നിങ്ങൾ. ഇവയുടെയൊക്കെ പ്രസൻസ് കാണിക്കുന്നത് റെഡ്, ഓറഞ്ച്, യെല്ലോ, ബ്രൗൺ എന്നീ കളറുകളിലാണ് ഇവയൊക്കെ കാണുന്നത്. അടുത്തത് ഹൈഡ്രോളിസിസ്.
Decomposition of minerals due to the action of water. Decomposition of minerals due to the action of water. ജലത്തിൻ്റെ ശക്തമായ പ്രവർത്തനമായിട്ട് മിനറൽസിനെ ഡീകോമ്പോസിഷൻ ചെയ്യുക. ജലത്തിൻ്റെ ആക്ഷൻ ആയിട്ട്, ജലത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ധാതുക്കൾക്ക് ഡീകോമ്പോസിഷൻ സംഭവിക്കുക, വിഘടനം സംഭവിക്കുക. ആ പ്രവർത്തനത്തെ പറഞ്ഞ പേരാണ് ഹൈഡ്രോളിസിസ്. അഫക്റ്റിംഗ് സിലിക്കേറ്റ് ആൻഡ് കാർബണേറ്റ് മിനറൽസ്. അധികവും സിലിക്കേറ്റ് ആൻഡ് കാർബണേറ്റ് മിനറൽസ് ഉള്ള റോക്കുകളിലാണ് ഇവ സംഭവിക്കുന്നത്. അപ്പോൾ അലുമിനിയം സിലിക്കേറ്റുകൾ ഉണ്ട്. അത് ഫെൽസ്പാർ പറഞ്ഞ റോക്കുകൾ, ഫെൽസ്പാർ എന്ന് പറയുന്ന മിനറൽ. ഇതൊക്കെ ഹൈഡ്രോളിസിസിന് വിധേയമാകാം. ആസിഡ് റെയിൻ്റെ ഒക്കെ ഫലമായിട്ട്, വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന പദാർത്ഥങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഇവയ്ക്ക് മാറ്റം സംഭവിക്കും. ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ജലം ശക്തമായിട്ട് ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ വിവിധ തരത്തിലുള്ള വസ്തുക്കൾ ലയിച്ചു ചേർന്നിട്ട് ജലം സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് ജലം മിനറൽസിനെ, ധാതുക്കളെ വിഘടിപ്പിക്കും. അങ്ങനെ ഫെൽസ്പാർ എന്ന് പറയുന്ന മിനറൽ മാറിയിട്ട് ക്ലേ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള സാൾട്ടുകളുമായി മാറുന്നു. ക്ലേ പറഞ്ഞാൽ കളിമണ്ണ് പോലത്തെ, സാൾട്ട് പോലത്തെ വസ്തുക്കളായിട്ട് മാറ്റാനുള്ള കഴിവ് ഈ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന പ്രവർത്തനത്തിനുണ്ട്. എന്നാൽ ഹൈഡ്രോളിസിസിൽ കോട്സ് എഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കോട്സ് എന്ന് പറയുന്നത് സാൻഡാണ്, സിലിക്കയാണ്. ഇപ്പം സാൻഡ് സ്റ്റോൺ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് കോട്സ് കൊണ്ടാണ്. അതുകൊണ്ടാണ് റെഡ് ഫോർട്ട് സാൻഡ് സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. റെഡ് സാൻഡ് സ്റ്റോൺ ആണ്, റെഡ് ചുവപ്പ് നിറത്തിലുള്ള ഒരു സാൻഡ് സ്റ്റോൺ ആണ്. അത് കെമിക്കലി റെസിസ്റ്റന്റ് മിനറലാണ്. കോട്സിന്റെ ഹാർഡ്നെസ് 7 ഇത് കെമിക്കലി വളരെ ആക്റ്റീവാണ്. അത് കെമിക്കലി റെസിസ്റ്റന്റ് ആണ്. രാസപ്രവർത്തന ഫലമായിട്ട് രാസമാറ്റം വരുത്താൻ കഴിയാത്ത മിനറലാണ് കോട്സ്. അപ്പോൾ കോട്സ് പോലത്തെ മിനറൽസിൽ ഈ ഹൈഡ്രോളിസിസ് അത്ര ശക്തമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ക്ലേ, കോട്സ് മിനറൽസ് അതൊക്കെ സെഡിമെൻ്ററിയിലാണ് ഇവയൊക്കെ ഉള്ളത്. അപ്പോൾ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് ഡീകമ്പോസിഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ശക്തമായ പ്രവർത്തന ഫലമായിട്ട് മിനറൽസിന് ഡീകമ്പോസിഷൻ സംഭവിക്കുന്ന പ്രവർത്തനമാണ് ഹൈഡ്രോളിസിസ്. നെക്സ്റ്റ്, ഹൈഡ്രേഷൻ. അഡീഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ടു മിനറൽസ്. മിനറൽസിലേക്ക് വാട്ടർ മോളിക്യൂൾസ് കൂട്ടിച്ചേർക്കപ്പെടുന്ന പ്രവർത്തനം. ഹൈഡ്രോളിസിസ് വെള്ളത്തിൻ്റെ ഫലമായിട്ട് മിനറൽസിനെ വിഘടിപ്പിക്കുക. എന്നാൽ ഹൈഡ്രേഷൻ മിനറൽസിലേക്ക് വാട്ടർ മോളിക്യൂൾസ് കൂട്ടിച്ചേർക്കപ്പെടുക. മിനറൽസ് ഇൻ റോക്ക് അബ്സോർബ് വാട്ടർ ആൻഡ് എക്സ്പാൻഡ് ഇറ്റ്. മിനറൽസിലേക്ക് വാട്ടർ മോളിക്യൂൾസ് ചേർന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഹാമറ്റൈറ്റ് ലിമോണൈറ്റ് ആയിട്ട് മാറുക. അതുപോലെ കോപ്പർ സൾഫേറ്റ് H2 ആയിട്ട് മാറുക. ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറുക. ആ പ്രവർത്തനമൊക്കെ ഈ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഇതിൽ വരുന്നതാണ്. മറ്റൊന്ന്, റിയാക്ഷൻ ബിറ്റ്വീൻ മിനറൽസ് ആൻഡ് വാട്ടർ കണ്ടെയ്ൻ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണേഷൻ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കാർബണേഷൻ. പേരിൽ തന്നെ ഉണ്ട് ചെറിയൊരു സൂചനകൾ. റിയാക്ഷൻ ബിറ്റ്വീൻ മിനറൽസ് ആൻഡ് വാട്ടർ കണ്ടെയ്നിങ് കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡുമായി ലയിക്കുമ്പോൾ അതിൻ്റെ അസിഡിറ്റിക്ക് മാറ്റം വരുന്നുണ്ട്. ഡ്യൂറിങ് റെയിൻ, മഴ പെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ലയിച്ചു ചേരും. കുറേയൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്യും. സോയിലിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യും, സോയിലിൻ്റെ അടിയിലേക്ക് ഒഴുകി പോകും. പിന്നെ ഓർഗാനിക് മാറ്റർ ഡീക്കേ ചെയ്യുമ്പോൾ, ഓർഗാനിക് മാറ്റർ പറഞ്ഞ ജൈവ വസ്തുക്കൾ നശിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയും കാർബോണിക് ആസിഡ് ഉണ്ടാകും. ഇങ്ങനെ ഈ കാർബോണിക് ആസിഡ് ഒരു കെമിക്കൽ ആസിഡാണ്. ഇത് ധാതുക്കളെ നശിപ്പിക്കുന്നു, ധാതുക്കൾക്ക് ക്ഷയം സംഭവിക്കുന്നു. അങ്ങനെ ശിലകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ദ കെമിക്കൽ വെതറിംഗ് കോസ്ഡ് ബൈ നാച്ചുറലി ഫോംഡ് കാർബോണിക് ആസിഡ് ഈസ് ടേംഡ് കാർബണേഷൻ. നാച്ചുറലായിട്ടുണ്ടാകുന്ന കാർബോണിക് ആസിഡ് അതെങ്ങനെ ഉണ്ടാവുക? മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ച് ചേരും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം. പിന്നെ മരങ്ങൾ, ഓർഗാനിക് മരങ്ങളൊക്കെ ചീഞ്ഞ് നാശാകുമ്പോൾ അത് ചീഞ്ഞിട്ട് അതിൽ നിന്നും വേര് ചെയ്യുമ്പോഴൊക്കെ അതിൽ നിന്നും ഈ ഓർഗാനിക് ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നും കാർബോണിക് ആസിഡ് ഉണ്ടാകും. ഈ കാർബോണിക് ആസിഡ് ശിലകളെ നശിപ്പിക്കും. അടുത്ത് സ്ഫിറോയിഡൽ വെതറിങ് അല്ലെങ്കിൽ ഒണിയൻ സ്കിൻ വെതറിങ്. കെമിക്കൽ വെതറിങ്ങിലെ അവസാന ഒരു ഭാഗമാണ് സ്ഫിറോയിഡൽ അല്ലെങ്കിൽ പ്രവർത്തനമാണ് സ്ഫിറോയിഡൽ വെതറിങ്.
ഒണിയൻ സ്കിൻ വെതറിങ്. ഉള്ളിയുടെ പുറന്തോട് അകന്നു പോകുന്നത് പോലെ, അടർന്നു പോകുന്നത് പോലെ പാറകൾ അടർന്നു പോരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഒണിയൻ സ്കിൻ വെതറിങ് അല്ലെങ്കിൽ സ്ഫിറോയിഡൽ വെതറിങ്. സം ടൈംസ് ഓഫ് ഫിസിക്കൽ വെതറിങ് ഹെൽപ്സ്. ഇത് പാറ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞു എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം നമ്മൾ ഫിസിക്കൽ വെതറിങ്ങിൽ പഠിച്ചു. പ്രഷറിൻ്റെ റിലീസ് മൂലം ശിലകളുടെ വോള്യത്തിൽ മാറ്റം വരുന്നു. അങ്ങനെ ശിലകൾക്ക് അവിടെയും ഇവിടെയൊക്കെ പൊട്ടൽ വരുന്നു. അങ്ങനെ ഷീറ്റായിട്ട് പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഷീറ്റിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം ഫിസിക്കൽ വെതറിങ്ങിൽ പഠിച്ചു. അതിൻ്റെ തുടർച്ച എന്നോണം കെമിക്കൽ വെതറിങ്ങും കൂടിയിട്ട് ജലവുമൊക്കെ പ്രവർത്തിച്ചിട്ട് ഇതിൻ്റെ വക്കിനും അതിൻ്റെ എല്ലാ വക്കിനും മൂലയ്ക്കൊക്കെ വെതറിങ് സംഭവിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഒരു സ്ഫിറോയിഡ് പോലെ, ഒരു ഗോളാകൃതി പോലെ ആയി മാറുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വെതറിങ്ങിനെ പറഞ്ഞ പേരാണ് ഒണിയൻ സ്കിൻ വെതറിങ്. ഒണിയൻ ആ പേരിൽ തന്നെ ഉണ്ട്, ഉത്തരയിരിക്കുന്നു. ഉള്ളിയുടെ തൊലി ഒഴിഞ്ഞു പോകുന്നത് പോലെ. അപ്പോൾ ഉള്ളിൽ ഒരു സ്ഫിറോയിഡിലായിട്ട് ഒരു ഭാഗം കാണാം. ആ രീതിയിൽ ശിലകൾ കാണപ്പെടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ഫിറോയിഡൽ വെതറിങ്. ബിക്കോസ് ഓഫ് ദിസ് എഡ്ജസ്, ഞാൻ പറഞ്ഞു ഈ വക്കും മൂലയൊക്കെ ഓഫ് ദിസ് എഡ്ജസ് ഓഫ് റോക്സ്, അത് മോർ സ്ഫെറിക്കൽ ഷേപ്പ് ആവും, റിസൾട്ടിങ് ഇൻ വാട്ട് ആർ ടേം കോർ ബോൾഡേഴ്സ്. അതിനെ വിളിക്കുന്ന പേരാണ് കോർ ബോൾഡേഴ്സ്. അതായത് ഈ പിന്നെന്താ പറയുക, ശിലകളുടെ വക്കുമൂലയൊക്കെ ഇറോഡ് ചെയ്ത് പോയിട്ട് വെതറിങ്ങിൻ്റെ ഫലമായിട്ട് എന്താ പറയുക കെമിക്കൽ വെതറിങ്ങിൻ്റെ ഫലമായിട്ട് പോയിട്ട് ഒരു ഉള്ളിൽ ഒരു സ്ഫിറോയിഡൽ പോലെ ആയി മാറുന്നു. ഇത്തരം വെതറിങ്ങിനെ സ്ഫിറോയിഡൽ വെതറിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫിസിക്കൽ വെതറിങ്ങിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു കെമിക്കൽ വെതറിങ് ആണ് ഒണിയൻ സ്കിൻ വെതറിങ് അല്ലെങ്കിൽ സ്ഫിറോയിഡൽ വെതറിങ്. മറ്റൊരു മൂന്നാമത്തെ ഒരു വെതറിങ്ങിൻ്റെ പേരാണ് ബയോളജിക്കൽ വെതറിങ്. അത് ഫിസിക്കൽ വെതറിങ്ങിൻ്റെയും കെമിക്കൽ വെതറിങ്ങിൻ്റെയും കൂട്ടിച്ചേർത്തതാണ്. ഇതെന്ന് പറയാം നമുക്ക് ജീവനുള്ള വസ്തുക്കളുടെ പ്രവർത്തനപരമായിട്ട് ശിലകൾക്ക് ക്ഷയം സംഭവിക്കുക. ഇതിൽ ഡിസിൻറ്റിഗ്രേഷനും വരുന്നുണ്ട്, ഡീകമ്പോസിഷനും വരുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഡിസിൻറ്റിഗ്രേഷൻ എന്ന് വെച്ചാൽ ഡിസിൻറ്റിഗ്രേഷൻ പറഞ്ഞാൽ പാറ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുങ്ങുക, അത് ഫിസിക്കൽ വെതറിങ് ആണ്. ഡീകമ്പോസിഷൻ, അത് ക്ഷയിച്ച് ഡീകമ്പോസിഷൻ ചെയ്തിട്ട് മാറ്റം ചെയ്തിട്ട് വേറെ ഒന്നായി മാറുക, അത് കെമിക്കൽ വെതറിങ് ആണ്. അപ്പോൾ ഫിസിക്കലി കെമിക്കൽ വെതറിങ്ങിൻ്റെയും പല ഭാഗങ്ങളും കൂടി ചേർന്നതാണ് ഈ ബയോളജിക്കൽ വെതറിങ്. ഇപ്പോൾ മരത്തിൻ്റെ വേരുകളൊക്കെ, ഇപ്പോൾ ആലിൻ്റെ വേരൊക്കെ നമുക്കറിയാം, ആലിൻ്റെ വേരൊക്കെ പാറയ്ക്കുള്ളിലൂടെ പോയി കഴിഞ്ഞാൽ പാറയ്ക്ക് വിള്ളൽ സംഭവിക്കും. പല മരത്തിൻ്റെയും വേരുകൾ നമുക്കറിയാം, മതിലൊക്കെ പൊളിഞ്ഞു വീണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ പാറയുടെ ഉള്ളിലേക്ക് ഈ വേരുകൾ പോയിട്ട് ആ വേരിൻ്റെ ശക്തി മൂലം, ആലിൻ്റെ ഒക്കെ വേരിൻ്റെ ശക്തി മൂലം പാറ പൊട്ടിയിട്ട് കഷ്ണങ്ങളായിട്ട് മാറുന്നു. അതൊരു മെക്കാനിക്കൽ വെതറിങ് ആണ് പറയാം നമുക്ക്. അതൊരു ബയോളജിക്കൽ വെതറിങ് ആണെന്നും പറയാം. ട്രീ റൂട്ട്സ്, മരത്തിൻ്റെ വേരുകൾ. അതേസമയം തന്നെ ഈ മരത്തിൻ്റെ വേരുകൾ പലപ്പോഴും ചീഞ്ഞ് ചെറിയ വീക്കായിട്ടുള്ള ആസിഡ് ഉണ്ടാവും. ഇന്നത്തെ കാർബോണിക് ആസിഡ് പോലത്തെ ആസിഡുകൾ ഉണ്ടാവും. അങ്ങനെ പാറയ്ക്ക് ക്ഷീണം സംഭവിക്കുക അല്ലെങ്കിൽ പാറ ക്ഷയിക്കും. അത് കെമിക്കൽ വെതറിങ് ആണെന്ന് പറയാം. പക്ഷേ ഈ വേരിൻ്റെ പ്രവർത്തനപരമായിട്ട് നമ്മളതിനെ ബയോളജിക്കൽ വെതറിങ്ങിലും പെടുത്താം. അപ്പോൾ ബയോളജിക്കൽ വെതറിങ് മരത്തിൻ്റെ വേരുകളുടെ ഫലമായിട്ട് പാറ പൊട്ടാം, വേര് ചീഞ്ഞിട്ടും പാറ പൊട്ടാം. അതാണ് റൂട്ട് വെഡ്ജിങ് എന്നൊക്കെ പറയുന്നത്. കുറേ ചിത്രങ്ങളുണ്ട്. പേജ് നമ്പർ 72 പേജിൽ നോക്കുക നിങ്ങൾ. പിന്നെ ഇൻസെക്ട്സ് ലൈക്ക് എർത്ത് വോം, സ്നെയിൽസ്, ഇപ്പോൾ മണ്ണിരകൾ, ചില എന്താണ് പാറയുടെ ഇടയിലൊക്കെ ഉള്ള ചില പിന്നെ വളരെ സൂക്ഷ്മ ജീവികളൊക്കെ പാറയ്ക്ക് തുരന്നിട്ട് അന്നുണ്ടാകുന്നുണ്ട്, മണ്ണുണ്ടാക്കുന്നുണ്ട്. പിന്നെ ചില റോഡൻസ്, ഇപ്പോൾ മുള്ളംപന്നി പോലത്തെ സാധനങ്ങൾ, റാറ്റ്സ്, ഊൾസ്, ഗ്രൗണ്ട് ഹോക്സ്, ഗ്രൗണ്ട് സ്ക്വറൽസ്, അണ്ണാർ, പല വിധത്തിലുള്ള അണ്ണാരങ്ങൾ, തുരപ്പന്മാർ, പിന്നെ കീരി, ഇങ്ങനെയൊക്കെയുള്ള ജീവജാലങ്ങൾ, ചെന്നായ, അവിടെയൊക്കെ പറയാം നമുക്ക്. ഇങ്ങനെയൊക്കെ മാള ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ വേണ്ട തുരക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ, മുള്ളംപന്നിയൊക്കെ അതിൽപ്പെട്ടതാണ്. റാറ്റ്സ്, പെരിച്ചാഴി, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ. ഇതൊക്കെ മണ്ണിൽ മാളങ്ങൾ ഉണ്ടാക്കുകയും മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയ വഴി പാറ തുരക്കും. അങ്ങനെ തുരന്നിട്ട് എന്ത് ചെയ്യും, പാറയ്ക്ക് കേട് സംഭവിക്കാം. ഇതൊരു ബയോളജിക്കൽ വെതറിങ് ആണ്. മറ്റൊന്ന്
നെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒച്ച് പോലത്തെ സാധനങ്ങൾ, എർത്ത് വോംസ് പറഞ്ഞാൽ അറിയാലോ, ഇത് ഈ മണ്ണര പോലത്തെ സാധനങ്ങൾ, റോഡൻസ് പറഞ്ഞ ഇതൊക്കെ ഒരുതരം പിന്നെ ഒരുതരം പയറ് ഡോഗ്സ്, ഗ്രൗണ്ട് സ്ക്വറൽസ്, ഇവയൊക്കെ നമുക്ക് ചില പിന്നെ എന്താ പറയുക മണ്ണിൽ പ്രവർത്തിച്ചിട്ട് അവ ചില ദ്വാരങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ പാറയെ പൊട്ടിച്ചിട്ട് മണ്ണാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ലൈക്കൻസ് എന്ന് പറയുന്ന ഇത് ഈ പിന്നെ ആൽഗെ ഫംഗസ് ഒക്കെ, അതും അതെ ആൽഗെ ഫംഗസ് ഒക്കെ ഇതുപോലെ പിന്നെ പ്രവർത്തിക്കുന്നത് ഓർഗാനിക് ആസിഡുകളായിട്ട് പ്രവർത്തിച്ചിട്ട് കെമിക്കൽ വെതറിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതും ബയോളജിക്കൽ വെതറിങ്ങിൽ നമുക്ക് വരുത്താം. ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അറിയാലോ. കോറിയിങ്ങും മൈനിങ് ഒക്കെ നടത്തിയിട്ട്, കൺസ്ട്രക്ഷൻ പ്രവർത്തനം നടത്തിയിട്ട് പ്രത്യേക തരത്തിലുള്ള വിളകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാറയൊക്കെ നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിൽ ഏരിയയിലൊക്കെ, ഊട്ടി പോലത്തെ പ്രദേശങ്ങളിൽ, അതുപോലെ നമ്മുടെ ഹിൽ ഏരിയ, വയനാട്, പിന്നെ പാലക്കാടിൻ്റെ ചില ഭാഗങ്ങൾ, അഗളി, ഇടുക്കി പ്രദേശങ്ങളിലൊക്കെ ഇതുപോലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്, മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായിട്ട് പിന്നെ JCB ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പാറയൊക്കെ നിരത്തിയിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ബയോളജിക്കൽ വെതറിങ്ങിൽ പെടുത്താം. അപ്പോൾ ഫിസിക്കൽ വെതറിങ്ങിൻ്റെയും കെമിക്കൽ വെതറിങ്ങിൻ്റെയും ഒരു കൂട്ടിച്ചേർക്കൽ തന്നെയാണ് ബയോളജിക്കൽ വെതറിങ്. അപ്പോൾ 3 തരത്തിലുള്ള വെതറിങ് ഇപ്പോൾ ഉണ്ടെന്ന് പറയാം. ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, മറ്റൊന്ന് ബയോളജിക്കൽ വെതറിങ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വെതറിങ്. വെതറിങ്ങിനെ എന്തൊക്കെയാണ് വെതറിങ്ങിനെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞു. ഓരോരോ പാറയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. വ്യത്യസ്ത തരത്തിലുള്ള പാറയുണ്ട്. പാറയുടെ ഉള്ളിൽ മിനറൽസ് ആണ്, ധാതുക്കളാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, സെക്കൻഡ് ഇയറിൽ എത്തുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. പാറയിലൊക്കെ മിനറൽസ് ആണ്, വ്യത്യസ്ത തരത്തിലുള്ള മിനറൽസ് ഉണ്ട്. ഓരോ മിനറൽസിനും ഓരോ സ്വഭാവമാണ്. അപ്പോൾ ഓരോ പാറയ്ക്കും ഓരോ സ്വഭാവമാണ്. ഇപ്പോൾ ഗ്രാനൈറ്റ് ഒരു ശിലയാണ്, അതേസമയം ലൈം സ്റ്റോൺ മറ്റൊന്നാണ്. ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ശില കുറേയും കൂടി ഹാർഡാണ്, അതേസമയം ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞ ശില കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ റോക്കിൻ്റെ സ്വഭാവം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ക്ലൈമറ്റ്, ഓരോ കാലത്തും നമുക്ക് കാലാവസ്ഥയിൽ മാറ്റമുണ്ട്. വളരെ ചൂടുള്ള സമയമുണ്ട്, തണുപ്പുള്ള സമയമുണ്ട്, കാറ്റുള്ള സമയമുണ്ട്, മഴ നല്ല പെയ്യുന്ന സമയമുണ്ട്, മഴ കുറവുള്ള സമയങ്ങളുണ്ട്, രാത്രി ഭയങ്കര തണുപ്പുള്ള സമയമുണ്ട്, പകൽ ഭയങ്കര ചൂടുള്ള സമയമുണ്ട്. ഈ രീതിയിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് ഫാക്ടേഴ്സ് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ടോപ്പോഗ്രഫി, റിലീഫ്, ഉയർന്ന പ്രദേശം, താണ പ്രദേശം, ഞാൻ പറഞ്ഞു ഊട്ടി, പിന്നെ അതുപോലെ നമ്മുടെ വയനാട്, ഇത്തരം പ്രദേശങ്ങളൊക്കെ പിന്നെ വെതറിങ്ങിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ റിലീഫ് എന്ന് പറയാം. കുന്നിൻ ചെരുവുകൾ ഒക്കെ വെതറിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതാണ് ടോപ്പോഗ്രഫി എന്ന് പറയാം. ഭൂഘടന എങ്ങനെയാണ്. മറ്റൊന്ന് വെജിറ്റേഷൻ കവർ, അതായത് സസ്യാവരണം ഉണ്ടെങ്കിൽ അത് വെതറിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്. റേറ്റ് ഓഫ് ലോക്കൽ ഇറോഷൻ, ചില പ്രദേശങ്ങളിൽ ഇറോഷൻ പറഞ്ഞാൽ ഘാതനം, മണ്ണൊലിച്ചു പോകുന്നതിൻ്റെ നിരക്ക് കൂടുതലോ കുറവോ ആയിരിക്കും. ഇതും വെതറിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് നേരത്തെ പറഞ്ഞു. മറ്റൊന്ന് സമയം, ഒരു കാലഘട്ടം ഒരു വലിയ ഒരു ഘടകമാണ്. കുറേ കാലമെടുക്കും ചിലപ്പോൾ വെതറിങ്ങിൻ്റെ ഫലമായിട്ട് ഒരു പാറ പൊട്ടിയിട്ട് പിന്നെ ശിലകളായിട്ട്, ചെറിയ ശിലകളായിട്ട് അല്ലെങ്കിൽ മറ്റ് ശിലകളായിട്ട് മാറാൻ. അതാണ് ടൈം. അപ്പോൾ റോക്ക് ക്യാരക്ടറിസ്റ്റിക്, ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, വെജിറ്റേഷൻ കവർ, റേറ്റ് ഓഫ് ലോക്കൽ ഇറോഷൻ, മെൻസ് ആക്ടിവിറ്റി, ടൈം, ഇതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വെതറിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്.